ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 213. ഫെസ്തോസ് കൈസരിലേക്ക് മടങ്ങിയെത്തി. അടുത്ത ദിവസം ന്യായാസനത്തിൽ ഇരുന്നു. യെരുശലേമിൽ നിന്ന് വാദികളും വന്നു. പൗലോസിനെ വരുത്തി കോടതിയിൽ നടപടികൾ ആരംഭിച്ചു. യഹൂദന്മാർ പൗലോസിനെതിരായി ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. നേരത്തെ എന്തൊക്കെയാണോ ഉന്നയിച്ചത് അക്കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവർ വാദമുഖമായി പറയുന്നത്. ന്യായപ്രമാണത്തിനും ദേവാലയത്തിനും കൈസർക്കുമെതിരെ പൗലോസ് പ്രവർത്തിച്ചു എന്നാണ് അന്യായം. എന്നുവെച്ചാൽ പാഷണ്ഡമതം, ആചാരവിരോധം എന്നത്രേ. കൂടാതെ ദൈവനിന്ദ, രാജ്യദ്രോഹം എന്നീ കുറ്റങ്ങൾ. പൗലോസിൻ്റെ പ്രതിവാദം പഴയതുപോലെ തന്നെ ശക്തവും യുക്തിഭദ്രവുമായിരുന്നു. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടോ ദേവാലയത്തോടോ കൈസറോടോ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പൗലോസ് സ്ഥാപിച്ചു. ഫെസ്തോസ് യഹൂദന്മാർ ആവശ്യപ്പെട്ട തെളിവുകൾ നൽകുവാൻ അവർക്കില്ലായിരുന്നു. ഒരു കാര്യത്തിനും സാക്ഷികളെ ഹാജരാക്കിയതുമില്ല. ന്യായാധിപൻ്റെ മേൽ ഒരുതരം സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് ഫെസ്തോസിന് മനസ്സിലായി. ഫെലിക്സിൽ നിന്നും ഫെസ്തോസ് വളരെ വിഭിന്നനാണ്. അദ്ദേഹം യഹൂദ യാഥാസ്ഥിതികത്വത്തിന് വഴങ്ങിയില്ല. എങ്കിലും റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും അധികം ശല്യക്കാരായ യഹൂദന്മാരുടെ അമിത രോക്ഷം ഏറ്റുവാങ്ങുവാനുള്ള ധൈര്യം ഇദ്ദേഹത്തിനില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നേരെ ഒരു ആവശ്യത്തിന് വഴങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതായത് പൗലോസിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോകുകയാണല്ലോ അവിടെ ആവശ്യം. അതുകൊണ്ട് ഫെസ്തോസ് പൗലോസിനോട് ഇങ്ങനെ ചോദിച്ചു: യെരുശലേമിലേക്ക് ചെന്ന് അവിടെ എൻ്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടത്തുവാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന്. പൗലോസിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അനാവശ്യമായി 2 വർഷക്കാലം തടവിൽ പാർക്കേണ്ട ദുസ്ഥിതിയാണ് തനിക്കുണ്ടായത്. യഹൂദന്മാരുടെ മതമൗലികവാദവും ഫേലിക്സിൻ്റെ ദ്രവ്യാഗ്രഹവും ഇപ്പോൾ ഈ ഫെസ്തോസിൻ്റെ അധൈര്യവുമാണ് ഈ നീതി നിഷേധത്തിനുള്ള കാരണങ്ങൾ. ആലോചിച്ചു വച്ചിരുന്ന ആ തീരുമാനം പ്രഖ്യാപിക്കുവാൻ ഫെസ്തോസിൻ്റെ ഈ ചോദ്യം ഒരു നിമിത്തമായി ഭവിച്ചു. പൗലോസ് റോമ പൗരനാണ്. സുപ്രസിദ്ധമായ ലെക്സ് ജൂലിയ നിയമത്തിൻ്റെ സംരക്ഷണം ആവശ്യപ്പെടാം. അതായത് കൈസറെ അഭയം ചൊല്ലാനുള്ള അവകാശം. തൻ്റെ തീരുമാനം ഹൃദയസ്പൃക്കായി പൗലോസ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ കൈസറുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു. അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല. അത് അങ്ങ് നല്ലവണ്ണം അറിഞ്ഞുമിരിക്കുന്നു. ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധവുമില്ല. ഇവർ എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആർക്കും കഴിയുന്നതുമല്ല. ഒരു നിമിഷം നിന്നിട്ട് പൗലോസ് ശാന്തഗംഭീരമായി ഇങ്ങനെ പ്രഖ്യാപിച്ചു: അതെ, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. ഒരു റോമൻ പൗരൻ്റെ അസൂയാർഹമായ അവകാശ അധികാരമാണ് പൗലോസ് എടുത്തുപയോഗിച്ചത്. ഫെസ്തോസ് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. നിയമ നടപടികൾ മറ്റൊരു വഴിക്ക് തിരിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് ഈ അപ്പീൽ അനുവദിക്കാവുന്നതാണോ എന്ന് ഗവർണർ പരിശോധിക്കുക എന്നുള്ളതാണ്. തസ്കര സംഘത്തിലോ കടൽക്കൊള്ള സംഘത്തിലോ പെട്ട കുറ്റവാളികൾ പൗരന്മാരായാലും കൈസർക്ക് അപ്പീൽ കൊടുത്താൽ അത് അംഗീകരിക്കപ്പെടുകയില്ല. എന്നാൽ ഫെസ്തോസ് തൻ്റെ ആലോചനാ സഭയെ വേഗം വിളിച്ചു കൂട്ടി വിഷയം ചർച്ച ചെയ്തു. അപ്പീൽ നിരസിക്കേണ്ട കാര്യമില്ല എന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. ഈ തീരുമാനം ഔദ്യോഗികമായി ഫെസ്തോസ് പൗലോസിനെ അറിയിച്ചു: അതെ, കൈസറെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു. കൈസറുടെ അടുക്കിലേക്ക് നീ പോകും. അതെ, ഈ ഗവർണർക്കും ഇക്കാര്യത്തിൽ സന്തോഷമായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കുഴഞ്ഞ ഈ പ്രശ്നങ്ങളിൽ നിന്നും ആ നിലയിലെങ്കിലും തല ഊരാമല്ലോ എന്ന് ഫെസ്തോസും ചിന്തിച്ചു. പൗലോസിൻ്റെ കേസ് സുപ്രീം കോടതിയിലേക്ക് പോയതിനാൽ ഫെസ്തോസിന് ആശ്വസിക്കുവാൻ വകയായി. എങ്കിലും ഒരു കാര്യത്തിൽ ഉത്കണ്ഠാകുലനായിരുന്നു. ചക്രവർത്തിയുടെ കോടതിയിൽ വിസ്തരിക്കപ്പെടേണ്ട പ്രതിയുടെ പേരിലെ ചാർജ് എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. പ്രതി മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഫെസ്തോസിന് വ്യക്തമായതുമാണ്. എങ്കിലും ചക്രവർത്തിക്ക് ഒരു റിപ്പോർട്ട് നൽകേണ്ടത് ആവശ്യമാണ്. യഹൂദ മതാചാരങ്ങളെ സംബന്ധിച്ചുള്ള ഏതോ ചില്ലറ വഴക്കെന്നു മാത്രമേ ഗവർണർക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള ഒരു അധികാരി ഫെസ്തോസിനെ സന്ദർശിക്കുവാൻ എത്തിച്ചേർന്നത്. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക്